നമുക്ക് പിടി തരാതെ പോകുന്ന ചില ഫ്രൂട്ട് പ്ലാന്റുകളുണ്ട്. നമ്മൾ നട്ടു വളർത്തിയിട്ട് ഇങ്ങനെ നേരെ മുകളിലേക്ക് ഇങ്ങനെ കുത്തനെ പോകുന്ന ചില ഫ്രൂട്ട് പ്ലാന്റുകളുണ്ട്. അപ്പോൾ അവരൊക്കെ നമ്മളെ കൈപ്പിടിയിൽ ഒതുക്കാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇത് വരുന്നവർ ഇതിൻ്റെ വളർച്ചയിൽ തന്നെ നമ്മൾ ഇതിനെ ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കണമല്ലോ. വളർച്ചയിൽ ഇപ്പോഴല്ല കേട്ടോ. അങ്ങനെ നമ്മൾ അതിൻ്റെ വളർച്ചയിൽ കട്ട് ചെയ്ത് കൊടുത്തതാണ് ഇപ്പോൾ ഇത്. അതിൻ്റെ ചെറുതായിട്ടുള്ളൊരു വളർച്ചയിൽ കട്ട് ചെയ്ത് കൊടുത്തപ്പോൾ വീണ്ടും അദ്ദേഹം അതേപോലെ മേലേക്ക് അങ്ങോട്ട് പോയി. അങ്ങനെ മേലേക്ക് പോയിട്ടാണ് മൂപ്പര് ബ്രാഞ്ചുകളൊക്കെ പൊട്ടാൻ തുടങ്ങിയത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോഴും നമ്മൾ കൈപ്പിടിയിൽ ഒതുങ്ങാതെ അവന് ആകാശത്തേക്ക് പോകുന്നു. ഇതിപ്പോൾ റംബുട്ടാനാണ്. റംബുട്ടാൻ നമ്മൾ താഴെ ഉണ്ടായാൽ തന്നെ പക്ഷികളും അണ്ണാരക്കൊട്ടനും തിന്നിട്ട് ഒന്നുപോലും കിട്ടൂല. അപ്പോൾ ഇത്രയും ഉയരത്തിലാണെങ്കിൽ എന്ത് ചെയ്യുക? അപ്പോൾ നമ്മൾ അതിന് ചെയ്യേണ്ടത്, നമ്മളിതുപോലൊരു കയറെടുക്കുക. അങ്ങനെ ആ കയറിൻ്റെ തലപ്പിൽ ഇതുപോലൊരു കല്ല് കെട്ടിയിട്ട് അതിൻ്റെ ബ്രാഞ്ചസിലേക്ക് എറിയണം. നമ്മൾ എറിയുന്നത് കാണിക്കാൻ വയ്യ, നമ്മൾ എറിഞ്ഞതിൻ്റെ ദിവസം കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ നമ്മൾ കല്ല് എറിഞ്ഞ് പിടിപ്പിച്ച് കമ്പിൽ കുടുങ്ങിയിട്ടുണ്ട്. ഇനി ഇത് ഊരാൻ കൊടുത്തിട്ട് കെട്ടുകയാണ്. കെട്ടിയിട്ട് വലിക്കുക. ഇതുപോലെ ഊരാൻ കൊടുത്തിട്ട് കെട്ടിയിട്ട് ഇങ്ങനെ വലിക്കുക. കണ്ടില്ലേ? ഇനി നമ്മളിതിനെങ്ങനെ ഇങ്ങോട്ട് വളച്ചു കൊണ്ടുവരിക. ഇതുണ്ട്, തൽക്കാലം നമ്മളിത് ഇത്ര വരെ വളച്ചിട്ടുണ്ട്. ഇനി കൂടുതൽ ഇപ്പോൾ വളച്ചാൽ പൊട്ടും. അപ്പോൾ ഇനി ഒരു 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഭാഗത്ത് കയറിട്ടിട്ട് ഇങ്ങോട്ട് വളച്ചെടുക്കണം. അതിന് ശേഷം ആ കയറ് കെട്ടഴിക്കണം. അപ്പോൾ നമുക്ക് നമ്മൾ പിടിച്ചെടുത്ത് വരും. അങ്ങനെ ഒരു 1-2 മാസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ കയറ് കെട്ടയച്ച് കൊടുത്താൽ അതങ്ങനെ വളഞ്ഞുകൊണ്ട് വളർന്നു പോയിക്കോളും. അല്ലാത്ത പക്ഷം നമുക്ക് ഇതിങ്ങനെ മുകളിലേക്ക് പോവുകയും ചെയ്യും, നമുക്കൊന്നും കിട്ടില്ല. പിന്നെ ഒന്നാമത് ആ തെങ്ങിൻ്റെ ചോട്ടായിരുന്നത്. അപ്പോൾ തേങ്ങ ഇടുമ്പോൾ കമ്പും മറ്റുമൊക്കെ ഓടുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ കൈപ്പിടിയിൽ ഒതുങ്ങാത്തതിനൊക്കെ ഒതുക്കി കൊണ്ടുവരൽ. ഇങ്ങനെയാണ് നമ്മളിവിടെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി 1 ആഴ്ച കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ കെട്ട് അയച്ചിട്ട് വേറൊരു കെട്ട് കെട്ടിക്കൊടുക്കാം. അപ്പോഴേക്കും നമ്മളെ അടുത്തേക്ക് നമ്മളെ മരം കയ്യെത്തുന്ന രീതിയിലേക്കൊക്കെ വന്നു തുടങ്ങും. അതുപോലെ മുമ്പ് തന്നെ ചെയ്താണ്. ഇത് ഇങ്ങോട്ട് വലിച്ചു കെട്ടാൻ പറ്റാത്തതുകൊണ്ട്, ഇത് മുറ്റായതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് വലിച്ചു കെട്ടി. എന്നിട്ട് അതിൻ്റെ തല വെട്ടി കൊടുത്ത് ഇപ്പോൾ നല്ല മുകളങ്ങളായിട്ട് കഴിഞ്ഞ പ്രാവശ്യം നന്നായിട്ട് കായ്ച്ചിരുന്നു. അങ്ങനെ ഇനിയും മരങ്ങളുണ്ട്, കാണിച്ചുതരാം. അങ്ങനെ ഇതും അതേപോലെ ഒരു കൈപ്പിടിയിൽ ഒതുങ്ങാത്ത മരമായിരുന്നു. നമ്മളിവിടെ കട്ട് ചെയ്ത് കൊടുത്ത്, പക്ഷേ ഇവിടുന്ന് വീണ്ടും ഉയർന്ന് പിന്നെ ഇവിടുന്നൊക്കെ മുകളങ്ങൾ കണ്ടപ്പോൾ പിന്നെ നമ്മളൊന്നും ചെയ്തില്ല. എന്നാലും കുറേയൊക്കെ വളർന്നു പോയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം പൂത്തിരുന്ന് കായ പിടിച്ചിട്ടില്ല. ഇപ്രാവശ്യം പൂത്ത് കായ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതുപോലെ നമുക്ക് പല രീതിയിൽ കൈപ്പിടിയിൽ ഒതുക്കുന്ന രീതിയുണ്ട്. നമുക്ക് മരം ഇങ്ങനെ നന്നായിട്ട് വളർന്നു പോയിട്ടും കായ പിടിക്കുന്നില്ല എങ്കിൽ നമുക്കിത് വെട്ടി കൊടുത്തിട്ട് ഗ്രാഫ്റ്റ് ചെയ്താൽ മതി. അത് നമ്മളിവിടെ ബട്ടറിൽ നമ്മൾ ചെയ്ത് നമ്മളിവിടെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മളെ കൈപ്പിടിയിൽ ഒതുങ്ങാതെ കായ പിടിക്കാതെ വളർന്നു പോയിരുന്ന ബട്ടർ. അപ്പോൾ അതിനെ നമ്മൾ ഇവിടെ വെച്ച് മുറിച്ച് നല്ല കായ്ഫലമുള്ള കായ പിടിച്ചിരുന്ന ബട്ടറിൻ്റെ കമ്പ് കൊടുന്ന് ഇതിൽ ഗ്രാഫ്റ്റ് ചെയ്താണ്. അപ്പോൾ നന്നായിട്ട് പിടിച്ച് നല്ല രീതിയിലൊക്കെ വളർന്നിട്ടുണ്ട്. അപ്പോൾ വലിയ മരത്തിൽ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വർഷമൊക്കെ കായ്ക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ കായ്ക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. അപ്പോൾ നമുക്ക് കിട്ടുന്ന അറിവിനൊത്ത് ഇതുപോലെയൊക്കെ നമ്മുടെ വീട്ടിലുള്ള ഫ്രൂട്ടുകൾ, അതിപ്പോൾ ഏത് മരം വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇതേപോലെ നമ്മുടെ രീതിയിലൊക്കെ കൊണ്ടുവരാം. അല്ലാതെ നമ്മുടെ വീട്ടിലെ ഇതേപോലുള്ള ഫ്രൂട്ട് പ്ലാന്റുകളൊക്കെ എങ്ങനെ ആകാശം വിട്ട് വളർന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നമുക്കതുകൊണ്ട് യാതൊരു ഉപകാരം ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി. ഏത് മരം വേണമെങ്കിലും നമുക്കതുപോലെ ചെയ്യാം. പ്ലാവ്, മാവ് എല്ലാം നമുക്ക് അതുപോലെ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. എല്ലാവരും നമ്മളെ വീഡിയോ ഒക്കെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.